നമ്മുടെ ക്രിക്കറ്റർ ധോണിയുടെ മകൾ ശിവ ജയറാമിൻ്റെ പാട്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ. അങ്ങനെ ധോണിയുടെ ഭാര്യ സാക്ഷി ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് ജയറാം പറയുന്നത്. ജയറാമിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പരിമളം ആൻഡ് കോ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ സമയത്താണ് ജയറാം ഇക്കാര്യം പറഞ്ഞത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മത്സരം കാണാൻ വേണ്ടി പോയ സമയത്ത് ധോണിയുടെ ഭാര്യ സാക്ഷി തൻ്റെ കാലിൽ വീണെന്നും ശിവ, അതായത് ധോണിയുടെ മകൾ ശിവ ജയറാമിൻ്റെ പാട്ട് കേട്ടാണ് ഇന്ന് ഉറങ്ങാറുള്ളതെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ധോണിയുടെ മകൾ ശിവ ചെറിയ പ്രായത്തിൽ തന്നെ മലയാളം പാട്ടുകൾ പാടാറുണ്ട്. അതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുമുണ്ട്. അതായത് ധോണിയുടെ മെയ്ഡ്, അതായത് സെർവൻ്റ് ഒരു മലയാളിയാണ്. അപ്പം പുള്ളിക്കാരി ധോണിയുടെ മകളെ ഉറക്കാനൊക്കെ വേണ്ടിയിട്ട് മലയാളം പാട്ടുകളാണ് പാടിക്കൊടുക്കുന്നത്. അധികവും കണ്ണൻ്റെ പാട്ടുകളാണ് പാടുന്നത്. അങ്ങനെ അവർ പഠിപ്പിച്ച ഒരു പാട്ടാണ് അദ്വൈതം എന്ന സിനിമയിൽ ജയറാം അഭിനയിച്ച അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ എന്ന പാട്ട്. അതാണ് ഈ സാക്ഷി ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞത്. ജയറാമിൻ്റെ പാട്ട് കേട്ട് ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞത് ഈ പാട്ടിനെ കുറിച്ചാണ്. അതുമാത്രമല്ല, അല്ലാതെ കൃഷ്ണൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കണി കാണും നേരം, അതുപോലെ തന്നെ കണ്ടു ഞാൻ കണ്ണനെ കായാമ്പു പറഞ്ഞനെ. ഈ പാട്ടുകളൊക്കെ ധോണിയുടെ മകൾ ശിവ പാടിയതായിട്ട് യൂട്യൂബിൽ നോക്കിയാൽ ആർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ഇതൊന്നും തള്ളല്ല. അപ്പോൾ ജയറാം ഇത് പറഞ്ഞതിൻ്റെ താഴെ മൊത്തം തള്ളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻസ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജയറാമിനെതിരെ നല്ല രീതിയിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജയറാം കുറച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വേഷങ്ങൾ അന്യഭാഷകളിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പോട്ടെ, അത് ജയറാമിൻ്റെ നല്ലതിന് വേണ്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ അതല്ലാതെ ജയറാമിനെതിരെ ഭയങ്കരമായിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വാർത്തകളും ക്ലിപ്പിങ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം ഇതിനിടയ്ക്ക് കണ്ടതെന്ന് വെച്ചാൽ ജയറാമിൻ്റെ കുടുംബം എന്ന് പറയുന്നത് തമിഴ് ഫാമിലിയാണെന്നും അതുകൊണ്ട് മലയാളത്തിനോട് പുച്ഛമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ കാണാനിടയായി. അതായത് ജയറാമിനെതിരെ മനഃപൂർവ്വം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളാണ് അതൊക്കെ. അതുമാത്രമല്ല, ജയറാമും കാളിദാസനും ഈ ഇലക്ഷൻ്റെ സമയത്ത് തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തതിന് വരെ കുറേ പേര് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടു. കേരളത്തിൽ വോട്ട് ചെയ്തില്ല, തമിഴ്നാട്ടിൽ പോയി വോട്ട് ചെയ്തെന്നൊക്കെ. അവരവിടെ നിൽക്കുമ്പോൾ പിന്നെ അവരുടെ വോട്ട് അവിടെ ആയിരിക്കൂലേ, അല്ലാതെ കേരളത്തിൽ വോട്ട് വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് മലയാളീസിനെതിരെയാണ് ജയറാം പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സീന് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജയറാം ജനിച്ചത് തമിഴ് ഫാമിലിയിലാണെന്നും ജയറാമിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് തമിഴിലാണ് സംസാരിക്കുന്നതെന്നും പറയുന്നതിന് ഇവർക്ക് ഇത്ര പൊള്ളട്ട കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ജയറാം ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, അല്ലാതെ ഉണ്ടാക്കി ഒന്നും പറഞ്ഞതല്ലല്ലോ. അതുകൊണ്ട് മലയാളത്തിനോട് പുച്ഛമാണ് ജയറാമിനെന്നൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എഴുതി ചേർക്കുകയാണ് കൂടെ. ജയറാമിനെതിരെ ഓരോന്ന് പറഞ്ഞ് രോഷം കൊള്ളുന്ന മലയാളികൾ ഒരു കാര്യം ചിന്തിച്ചാൽ കൊള്ളാം. അതായത് ഇത്രയും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടും ജയറാമിന് ഒരു പത്മശ്രീ അവാർഡ് കിട്ടിയത് തമിഴ്നാട് സർക്കാർ പേര് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ കേരള ഗവൺമെൻറ് ജയറാമിൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടല്ല പത്മശ്രീ കിട്ടിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി.